എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഞങ്ങളുടെ റാപ്പിഡ് ഫയർ റൗണ്ടിൽ സർ 10 തൊട്ട് 20 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തന്ന ഇതാണ് എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ടില്ല. സാർ എത്ര ജോഡി ഇപ്പൊ ഒരു 30-40 ദിവസം നിലനിൽക്കുന്ന ഒരു യാത്രയിൽ ഞാൻ 40 ദിവസത്തേക്ക് യാത്ര ചെയ്യാറില്ല. ഞാൻ പരമാവധി ഒരാഴ്ചത്തേക്ക് പോകാറുള്ളൂ. കാരണം എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ വന്നിട്ട്. വലിയ ബാഗ്സ് വരാറുണ്ട് സർ. ഇപ്പൊ ഞാൻ ഹസ്ബൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ 3 ബാഗ്സും എന്റെയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? മൂന്നാമത്തേൽ ഒരു ചെറിയ സ്പേസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കോസ്മെറ്റിക്സ്, നമ്മുടെ സൺ ടാൻ പ്രോബ്ലം, സൺസ്ക്രീൻ, ഇതെല്ലാം നമ്മൾ അവെയർ ആയിട്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ എടുക്കും. സാർ അപ്പൊ ഇത്രയും മിനിമൽ ആയിട്ട് വെറും ക്യാരി ഓൺ ബാഗ്സും ആയിട്ട് പോകുമ്പോൾ അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ലഗേജ് എടുക്കാനല്ല, അതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും സന്തോഷ് സാറ് ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അബ്രോഡ് ട്രാവൽസ് നടത്തിയ ഒരാൾ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടില്ല. എന്ത് സ്കിമാറ്റിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആണ് സാറിന്റെ അത് കാണിക്കുന്നത്. ഒരു ഫ്ലൈറ്റ് പോലും മിസ് ചെയ്തിട്ടില്ല. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മിസ് ചെയ്യാറില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കാരണം വിമാനം മിസ് ചെയ്യുന്ന പിന്നെ എന്താ യാത്ര ചെയ്യുന്നത്? അത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. ഞാൻ പറഞ്ഞ അത് വലിയ എന്തോ ഒരു സംഭവം പോലെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പല സ്ഥാപനങ്ങൾ ഒരേ സമയം ചെയ്യുന്ന ആളാണ്. ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മാസികകൾ അച്ചടിച്ചിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം എനിക്കുണ്ട്. അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് എന്നെപ്പോലെ ഒരു 10 പേരുണ്ടെങ്കിൽ നടത്താവുന്ന ഒരു സംരംഭം. അത് ഞങ്ങൾക്ക് 1200 ഏജന്റുമാരുണ്ട്. 1200 ഏജന്റുമാര്, 100-300 സ്റ്റാഫ്. ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം മാനവീയ പിള്ളകളിയൊന്നുമല്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണ് സാർ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ. ശരിക്കും സാർ നമ്മുടെ ഇവിടുത്തെ ഒരു ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയ ബിസിനസ് മാൻ എന്നൊന്നും ഞാൻ എന്നെ കുറിച്ച് പറയില്ല. ഒരു കൈവതം നാറ്റുകരുത്. ഒരു വ്യവസായി ചെയ്യേണ്ട എല്ലാ ജോലിയും റിസ്ക്കും ടെൻഷനും എല്ലാത്തരം പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം സൊല്യൂഷൻ അല്ല. ഞാനൊരു ലോകയാത്ര നടത്തുന്ന ഒരു ട്രാവൽ ബ്ലോഗർ അല്ല. ഞാൻ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇത് ഇത്തരം പരിപാടിക്ക് എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ ഏതോ ഒരു വ്ളോഗ് ചെയ്യുന്ന, ലോകം മുഴുവൻ ഏത് നേരവും തെണ്ടി നടക്കുന്ന ഒരു പണിയില്ലാത്തൊരുത്തനാണ് അല്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ഇപ്പൊ ലുലുമാള് ഞാനാ നടത്തുന്നെങ്കിൽ പാർക്കിംഗ് ഫീ മേടിക്കുകയില്ല. പകരം ആ പൈസയും കൂടെ ആ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യും. ഇതൊക്കെ എന്ത്? യൂസഫ് അലി അത് ചെയ്തില്ല. സത്യസന്ധമായിട്ട് പാർക്ക് ചെയ്യേണ്ടാത്തവർക്ക് വില കുറച്ച് കിട്ടും. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്നവന് ആ പാർക്കിംഗ് ഫീസ് പ്രോഡക്റ്റായി ചാർജ് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് വാശി എന്താണ്? ഇയാൾ പാർക്കിംഗ് ഫീ മേടിക്കുന്നതേ ഉള്ളൂ. ബുദ്ധിയുള്ള ബിസിനസ്സുകാരൊക്കെ പാർക്കിംഗ് ഫീ കൂടെ ചേർത്തിട്ടാണ് മറ്റേ പ്രോഡക്റ്റ് വിൽക്കുന്നതെന്ന് നമ്മൾ ഓർക്കുന്നില്ല. അല്ലേ? ശരിയല്ലേ? 100% ഞാൻ യോജിക്കുന്നു. ഒരു കാര്യം കേട്ടത്, ഇനി എങ്ങോട്ട് പോകണമെന്ന് ഇനി ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇനി ഒരു 50 വർഷം എനിക്ക് പുറകോട്ട് പോകാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. കാരണം പുറകോട്ട് നടന്ന ആ ഒരു നൊസ്റ്റാൾജിയ അല്ല, പുറകോട്ട് നടക്കുന്ന നൊസ്റ്റാൾജിയ ഉണ്ടല്ല, ചരിത്രം. ഒന്നാമത് ചമ്മി നാറിയിരിക്കുക, ഈ നാളെ കൂടി ചളവാകും ആണ്. എന്നാലും നമ്മളിപ്പോൾ കേരളം ഒരു തുടക്കം പോലും ആയിട്ടില്ല, അതിനുള്ള ഒരു സീഡ് നമ്മൾ പാകിയിട്ടില്ല എന്ന് സാറ് പറഞ്ഞു. 2050 ഒരു യാത്രയാണ്. അല്ല, കേരളം എങ്ങും എത്തിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സമ്മതിക്കില്ലേ? ലക്ഷറി ടൂറിസം ഓർ ഇക്കോ ടൂറിസം കേരളത്തിന് മോർ പ്രിഫറബിൾ ആയി സാറിന് തോന്നുന്നത്? ഇത് രണ്ടുമല്ല. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.